നമ്മൾ കുട്ടികളിൽ വളരെയധികം കാണുന്ന ഒരു കണ്ടീഷനാണ് ഇൻഡിസിസെപ്ഷൻ. ഇത് പറയുന്നത് ചെറുകുടൽ വൻകുടലിനകത്തേക്ക് കയറിപ്പോയിട്ട് കുഞ്ഞുങ്ങൾക്ക് വയറിൽ വേദന ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഇൻഡിസിസെപ്ഷൻ എന്ന് പറയുന്നത്. വളരെ ചെറിയ കുട്ടികളിലാണ് കൂടുതലായിട്ടും കാണുന്നത്. കൂടുതലും മാസങ്ങൾ മാത്രമുള്ള കുട്ടികളിലാണ് ഇത് അധികമായിട്ട് കാണുന്നത്. എങ്കിലും 3 വയസ്സ് വരെയുള്ള കുട്ടികളിൽ ജനറലി കാണാറുണ്ട്. ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത് ശക്തമായിട്ടുള്ള വയറുവേദനയായിരിക്കും. ഇടവിട്ട് കുഞ്ഞുങ്ങൾ വളരെ ഉച്ചത്തിൽ കരഞ്ഞ്, അതുപോലെ തന്നെ ശരീരം വില്ല് പോലെ വളഞ്ഞ് കരയുക, അല്ലെങ്കിൽ ഞെളിവിരി കൊണ്ട് കരയുക, വളഞ്ഞ് കരയുക, ഇങ്ങനെയുള്ള ഫീച്ചേഴ്സാണ് ജനറലി ഇൻഡിസിസെപ്ഷനിൽ കാണുന്നത്. അതുപോലെ തന്നെ കുട്ടികൾ ഛർദ്ദിക്കാറുണ്ട്. കുറച്ച് സമയം അതുപോലെ തന്നെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ വയറ്റിൽ നിന്ന് പോകുമ്പോൾ അതിനകത്ത് രക്തമയം കാണാറുണ്ട്. ഇതാണ് ഇൻഡിസിസെപ്ഷൻ്റെ പ്രധാനമായിട്ടുള്ള ഫീച്ചേഴ്സ്. ജനറലി ഇങ്ങനെയുള്ള സിംറ്റംസ് കാണുന്ന സമയത്ത് ഇത് എമർജൻസി ആയിട്ട് തന്നെ നമ്മൾ ഒരു ഡോക്ടറിൻ്റെ ഉപദേശം തേടേണ്ടതുണ്ട്. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഒരു കുട്ടി വരുമ്പോൾ നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തിട്ടാണ് ഈ കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്യുന്നത്. അൾട്രാസൗണ്ടിൽ ഇങ്ങനെ ഒരു കണ്ടീഷൻ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു ചെറിയ പ്രൊസീജിയർ ചെയ്തിട്ടാണ് ഈ കണ്ടീഷൻ ശരിയാക്കേണ്ടി വരുന്നത്. സാധാരണഗതിയിൽ വയറ് തുറന്നുള്ള ഓപ്പറേഷൻ അല്ലാതെ തന്നെ ചെറിയൊരു പ്രൊസീജിയർ ചെയ്തിട്ട് ഈ ഒരു കണ്ടീഷൻ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് കൃത്യസമയത്ത് കണ്ടുപിടിച്ച് കറക്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാകാം. ഈ അകത്തേക്ക് കയറിപ്പോയ കുടലിൽ രക്തയോട്ടം നിന്നു പോവുകയും ആ കുടൽ ഡാമേജ് ആയി പോവുകയും പിന്നെ ഒരു മേജർ സർജറി ആവശ്യമായിട്ട് വരുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടാകാം. അതുകൊണ്ട് ഇതുപോലുള്ള ഒരു സിംറ്റം കുട്ടികൾക്ക് കാണുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറിൻ്റെ ഉപദേശം തേടേണ്ടതായിട്ടുണ്ട്.